അസ്സലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ സ്നാക്ക് വേറൊരു രൂപത്തിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് അതിനൊന്ന് ഈസി ആക്കി എടുത്തു എന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. ഇതിൽ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ചമ്മന്തിയാണ്, തേങ്ങാ ചമ്മന്തി. അപ്പോൾ അത് തേങ്ങാ ചമ്മന്തി കഴിക്കാൻ ഇഷ്ടമുള്ള എല്ലാവർക്കും ഇത് ഒത്തിരി ഇഷ്ടമാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. അത് മിനിറ്റുകൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ചമ്മന്തി പൊടിക്കാൻ വേണ്ടി 2 പച്ചമുളക്, ഒരു 3-4 ചെറിയുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, പിന്നെ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ 2 പിടി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് ഏകദേശം ഒരു 3/4 കപ്പിൻ്റെ അടുത്തേ ഉണ്ടാവുള്ളൂ. നമ്മൾ മുട്ടയൊക്കെ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് എടുത്താൽ മതി. കുറച്ച് ഉപ്പ് ഇടുക, എന്നിട്ട് നന്നായിട്ട് നമുക്ക് ചമ്മന്തിയാക്കി എടുക്കുക. കണ്ടോ, ചമ്മന്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ 4 മുട്ട ഒന്ന് പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ചെറിയ ചെറിയ പീസാക്കി മാറ്റാം. ഇത് നമ്മൾ മുട്ടയുടെ മഞ്ഞ കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ തേങ്ങാ ചമ്മന്തി ഫില്ല് ചെയ്തിട്ടൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഉണ്ടാക്കാൻ കുറച്ചും കൂടെ എളുപ്പമാണ് മറ്റേതിനേക്കാളും. അപ്പോൾ എല്ലാവരും ഇങ്ങനെയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഇത് കഴിക്കുമ്പോഴൊക്കെ ചമ്മന്തിയുടെ നല്ലൊരു ഫ്ലേവറാണ് കിട്ടുക. ചെറിയ ചെറിയ പീസാക്കി എടുക്കുക. ഇതൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങാ ചമ്മന്തിയിലേക്ക് നമ്മുടെ ഈ മുട്ടയൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് കൈവച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മളിനി ബോൾസാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ തേങ്ങയായിട്ട് ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് കറക്റ്റായിട്ട് ബോളാക്കി എടുക്കാൻ പറ്റും. ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കുക ഇതുപോലെ. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം. ഇപ്പം ഞാൻ എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മാവ് റെഡിയാക്കാം, ഇത് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ബൗളിനകത്ത് 1/2 കപ്പ് കടലപ്പൊടി ഇട്ടിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ടുണ്ട്, ഇത്തിരി മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിൽ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് ഒരു ബാറ്ററാക്കി മാറ്റണം. ഒരുപാടങ്ങ് ലൂസായി പോരുത്, അപ്പോൾ നമുക്ക് മുക്കിയെടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവും. കുറച്ച് കട്ടിയിൽ തന്നെ എടുക്കുക നോക്കുക. നമ്മൾ സാധാരണ ബോണ്ടയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിൽ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ മാവ് റെഡിയാക്കുന്നത്. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് കട്ടിയല്ല, ഒരുപാട് ലൂസും അല്ല. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതൊരു മീഡിയം ചൂടാകുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഇത് മാവിൽ മുക്കിയിട്ട് നമ്മുടെ ഈ ബോൾസ് ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ഒന്ന് മുക്കിയിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ഉള്ളിലത്തൊക്കെ വെന്താണ്. പുറത്തിട്ടുള്ള ഈ കടലമാവ് മാത്രം ഒന്ന് വേവിച്ചെടുത്താൽ മതി. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കളർ ആവുന്നവരെ നമ്മൾ തിരിച്ചു മറിച്ചിട്ടൊന്ന് വേണേൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതെടുത്ത് മാറ്റാം. ഒരുപാട് ഓയിലൊന്നും കുടിക്കില്ല. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കുക. നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സ്നാക്കാണ്. നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന അത്രയും തന്നെ പണിയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയും കൂടിയാണ്. ചമ്മന്തിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോൻ്റെ തൊട്ട് താഴെ സബ്സ്ക്രൈബ് എന്നുള്ള റെഡ് ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അത് ക്ലിക്ക് ചെയ്താൽ മാത്രം പോരാ, അപ്പോൾ തന്നെ അവിടെ ഒരു ബെല്ലിൻ്റെ പടവും കൂടെ വരും. അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഒരുപാട് നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.